ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഹല്ലേലൂയയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പെന്തക്കോസ്തയുടെ അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഓരോ ശിഷ്യന്മാരിൽ നിറഞ്ഞപ്പോൾ പത്രോസ്ലീഹ എണീറ്റ് നിന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. ജോയേൽ പ്രവാചകൻ 2:29 പറഞ്ഞിരിക്കുന്നത് പോലെ അവസാന നാളുകളിൽ എൻ്റെ ദാസരുടെയും ദാസിയുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന ആ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞ കാര്യങ്ങളും ഇവിടെ നിവൃത്തിയാവുകയാണ് എന്ന് പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൽ, പുതിയ യുഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാമീപ്യം, ആഗമനം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് ഉണ്ടാകുമെന്ന് നമ്മളോട് ഇന്ന് പറഞ്ഞു തരികയാണ്. ഈ വചനത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ എല്ലാവർക്കും ധാരാളമായിട്ട് വാഗ്ദാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദാസന്മാരും ദാസികളും ഉൾപ്പെടെ എല്ലാവർക്കും ആത്മാവ് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നു. ഇത് ദൈവത്തിൻ്റെ കൃപയും സമത്വവും എല്ലാവരിലേക്ക് ഇറങ്ങി വരികയാണ്, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കുകയാണ്. ഈ സാമൂഹിക നിലയോ പദവിയോ നോക്കാതെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. പഴയ നിയമകാലത്ത് പ്രവാചകരിലും പ്രത്യേക വ്യക്തികളിലും മാത്രം ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, എന്നാൽ ഇന്ന് ഈ പുതിയ നിയമത്തിൽ, ഈ ഒരു കാലഘട്ടത്തിലും വചനത്തിൽ എല്ലാവർക്കും വ്യാപിക്കുകയും അത് എല്ലാവർക്കും നൽകപ്പെടുകയും ചെയ്യുന്നു. ഇത് പുതിയ യുക്തിയിലെ, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ളൊരു സൂചനയായിട്ട് പറയുന്നു. ദൈവം തൻ്റെ ജനങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ ശക്തിയും മാർഗനിർദ്ദേശവും ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ഈ വചനം പ്രത്യാശയും സമത്വവും നിറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ ഒരു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. നമുക്ക് ഇന്ന് ചെറുതായി അനുദപിച്ച് പശ്ചാത്തപിച്ച് ഒരുങ്ങിയിരിക്കാം. ആമേൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.